ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു വ്യത്യസ്ത കാഴ്ചകളിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു വടക്കോട്ടുള്ള യാത്രയാണ്. നമ്മുടെ തൃശ്ശൂർ മുതൽ വടക്കോട്ട് പോകുമ്പോൾ പൂരങ്ങളുടെ മേളമാണല്ലോ വൃശ്ചിക പുലരി കഴിഞ്ഞാൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞു, ഇനി അങ്ങോട്ട് കേരളത്തിൽ ആഘോഷരാവുകളുടെയും പൂരങ്ങളുടെയും പൂരമേളങ്ങളുടെയും താളലയങ്ങളുടെയും കാലഘട്ടമാണ് എന്ന്. ഒരു യാത്രയിൽ വീണ് കിട്ടിയ ചില പകർപ്പുകൾ ഒപ്പിയെടുക്കുക നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞാനിവിടെ. തൃശ്ശൂർ ഒറങ്ങോട്ടുകര പൂരവും വറവൂർ പൂരവും ചില ബാക്കി പത്രങ്ങളുമൊക്കെയാണ് ഈ കാഴ്ചകളിലൂടെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. മേളങ്ങൾ ഇഷ്ടപ്പെടാത്തവരായി മലയാളികൾ എന്നല്ല ആരും തന്നെയില്ല. നമുക്ക് പൂരങ്ങളിലേക്ക് ഒന്നെത്തി നോക്കാം. ഒറങ്ങാട്ടുകര പൂരം. താളങ്ങളും താളമേളങ്ങളും പഞ്ചവാദ്യങ്ങളും എന്ന് വേണ്ട, ചെണ്ടമേളം, പഞ്ചാരിയും അടന്തയും എന്ന് വേണ്ട പല പല മേളങ്ങൾ മലയാളികളെ ഹരം പിടിപ്പിക്കുന്നവയാണ്. താളമേളങ്ങളും പൂരമേളങ്ങളുമൊക്കെ എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ് മലയാളിയെ സംബന്ധിച്ച്. എനിക്കും ഈ വക കാഴ്ചകൾ ഒരുപാട് ഇഷ്ടമാണ്. അതിനാലാണ് ഇത്തരം യാത്രകളിലൊക്കെ ഈ പൂരമേളങ്ങളും താളങ്ങളും ഞാൻ ക്യാമറയിൽ പകർത്തുന്നത്. മേളങ്ങൾ മുറുകുമ്പോൾ പൊതുജനത്തിൻ്റെ ഒരു ഹരമാണ് നമ്മൾ മാറി നിന്ന് കാണുമ്പോൾ ഏറ്റവും ആസ്വാദ്യകരം. പലരും പല താളത്തിൽ താളം പിടിക്കുന്നു, തലയാട്ടുന്നു, കാലാട്ടുന്നു, കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്നു എന്ന് വേണ്ട വ്യത്യസ്ത ലയങ്ങളാണ്. അതിനുശേഷമാണ് പുതിയ ഇടത്തുള്ള ഈ മേളങ്ങൾ. പഞ്ചവാദ്യമാണോ തയമ്പകയാണോ ഏത് മേളമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചിന്തിച്ചു പോകുന്ന ചില തരങ്ങളിലാണ് ഓരോ മേളത്തിൻ്റെയും കൊട്ടിക്കയറൽ. ഓരോ മേളങ്ങളുടെയും കലാശങ്ങൾ നമ്മെ ശരിക്കും മത്തുപിടിപ്പിക്കും. അത്ര ഹരമാണ് ഓരോ മേളങ്ങളുടെയും കൊട്ടിക്കലാശങ്ങൾ. ഓരോ ക്ഷേത്രങ്ങളുടെയും കൽവിളക്കുകൾക്ക് മുൻപിലായി ഇങ്ങനെ നിന്ന് മേളപ്പെരുക്കം നമ്മൾ ആസ്വദിക്കുമ്പോൾ നമ്മളേതോ വ്യത്യസ്ത ലോകത്ത് അകപ്പെട്ടു പോകുന്നത് പോലെ ഉള്ള അനുഭവമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. കാലങ്ങൾ എത്ര പോയാലും എത്ര പഴകിയാലും മേളങ്ങൾക്കും താളങ്ങൾക്കും ഒരു മാറ്റവുമില്ല. ഓരോ കൈകളിലേക്കും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന അടുക്കും ചിട്ടയുമായ മേളങ്ങൾ മനുഷ്യരെ പുളകിതരാക്കുന്നുണ്ട്. യാദൃശ്ചികമായിട്ടെന്നോണം കാണുവാനിടവന്ന ഇത്തരം മേളങ്ങൾ
അപ്പോൾ ക്യാമറയിൽ പകർത്താൻ ഭാഗ്യം കിട്ടിയതിൽ ഞാൻ സന്തുഷ്ടനാണ്. എനിക്ക് കിട്ടിയ കാഴ്ചകൾ അതേപടി ഒരു ചുമട്ടുതൊഴിലാളിയെ പോലെ തലയിലേക്ക് വന്ന ചുമട് അടുത്തതിലേക്ക് കൈമാറുകയാണ് ഞാനും. എനിക്ക് കിട്ടിയ ഈ ദൃശ്യവിരുന്ന് നിങ്ങളിലേക്കും എത്തിക്കുന്നു. ഇത്തരം കാഴ്ചകളും അതുപോലെ തന്നെ താളമേളങ്ങളുമൊക്കെ നിങ്ങളിലേക്ക് ഇങ്ങനെ എത്തിക്കുമ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഒരു കാരണവശാലും മറക്കരുത്. നിങ്ങൾക്ക് നിരന്തരമായി ഇത്തരം വീഡിയോകൾ കാണണമെങ്കിൽ എൻ്റെ ചാനൽ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് തത്സമയം ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ ഫോണിലേക്ക് എത്തിച്ചേരും എന്നുകൂടെ പറഞ്ഞു കൊള്ളട്ടെ. വിശ്വാസങ്ങളും ആചാരങ്ങളും ആരാധനകളുമൊക്കെ രൂപപ്പെട്ട കാലം മുതൽ ഈ താളമേളങ്ങളും അതിനനുസരിച്ച പ്രാദേശികമായി ചിട്ടപ്പെടുത്തിയ വാദ്യ കോലാഹലങ്ങളുമൊക്കെ നമ്മുടെ കേരളത്തിൽ എല്ലാ വൈവിധ്യങ്ങളും നിറഞ്ഞ നമ്മുടെ നാട്ടിൽ നിലനിന്ന് പോരുന്നതാണ്. ഇത്തരമൊരു നാട് നമുക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാൽ പോലും കാണുവാൻ കഴിയില്ല. കാരണം ലോകമാകെ മാറിയിരിക്കുന്നു കാലവും. മേളത്തിൻ്റെ പിന്നിലുള്ള അധ്വാനത്തിൻ്റെ ആ ഒരു പിരിമുറുക്കമാണ് ഈ കാഴ്ചയിലൂടെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുക. എത്ര അധ്വാനം വേണം ഇത്തരമൊരു മേളങ്ങൾക്ക് എന്ന് ഇവരുടെ പുറംവശം കണ്ടാൽ തന്നെ നമുക്ക് ബോധ്യമാകും. കുറേ അധികം നേരത്തെ തന്നെ ഈ ക്ഷേത്രങ്ങളിൽ എത്തുവാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടത്തോടു കൂടിയാണ് ഇപ്പോൾ ഞാൻ ഈ മേളം വീക്ഷിക്കുന്നത്. ഓരോന്നും ചിട്ടപ്പെടുത്തി താളത്തിനൊപ്പം വീഡിയോ പങ്കുവയ്ക്കാനും പകർത്താനും എനിക്ക് സാധിക്കാത്തതിൽ ഖേദമുണ്ട്. കിട്ടിയതെല്ലാം പങ്കുവച്ചും പകർന്നും നുകർന്നും ഞാൻ ഇന്നത്തെ വീഡിയോ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇത്തരം കാഴ്ചകൾ നിരന്തരമായി കിട്ടുന്നതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്കേവർക്കും സന്തോഷവും നന്മയും നേർന്നുകൊണ്ടും ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നും പച്ചപ്പാണിൻ്റെ സന്തോഷത്തിലേക്ക് അടുത്ത വീഡിയോയിലേക്ക് എത്തും വരേക്കും ഏവർക്കും ഗുഡ് ബൈ.